ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ സൃഷ്ടിതാവായ ദൈവം നമ്മിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായും പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു നല്ല പിതാവ് അല്ലെങ്കിൽ മാതാവ് തൻ്റെ കുഞ്ഞിൽ നിന്ന് ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ? ഒരധ്യാപകൻ വിദ്യാർത്ഥിയിൽ നിന്ന് ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സൃഷ്ടാവാം ദൈവം തൻ്റെ മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണ്? 3 കാര്യങ്ങൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ തിരുവചനത്തിൽ നിന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. എന്താണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? അതൊരൊറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ബൈബിളിൻ്റെ അകത്ത് ഒരു ഭാഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുതന്നെയാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അത് ഇങ്ങനെയാണ്: ഏത് മനുഷ്യനും ക്രിസ്തുവിൽ തികഞ്ഞവനായി തീരുക. ഇതെഴുതിയിരിക്കുന്നത് കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 28-ാമത്തെ വാക്യമാണ്. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യയിലുള്ള വിശ്വാസികളോട് ഈ കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അവർ മാത്രമല്ല, ഏതു മനുഷ്യനും ക്രിസ്തുവിൽ തികഞ്ഞവരായി തീരുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസത്തെ ദൈവവചന ധ്യാനത്തിൻ്റെ പിന്നിലും ആത്മീക ജീവിതത്തിൻ്റെ പിന്നിലും നമുക്കുണ്ടാകേണ്ടുന്ന ഒരൊറ്റ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ഒരു കാര്യം മാത്രമാകണം. അതുകൊണ്ട് തന്നെ ഇന്ന് ഭൗതികതയുമായി ബന്ധപ്പെട്ടുള്ള വിടുതലുകളുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു കാര്യവുമല്ല നമ്മൾ വചനത്തിൽ നിന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. എങ്ങനെ ദൈവപ്രസാദമുള്ള ഒരു ജീവിതത്തിലേക്ക് നമുക്ക് ഉയർന്നു വരുവാനായിട്ട് കഴിയും? എങ്ങനെ ക്രിസ്തുവിൽ നമുക്ക് തികഞ്ഞവരായി തീരാനായിട്ട് കഴിയും? അതിനുള്ള 3 കാര്യങ്ങൾ ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. പ്രാർത്ഥനയോടെ അതീവ ഗൗരവമായി ഈ ഒരു വചന ശുശ്രൂഷയെ കണ്ടുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിപ്പാനായിട്ടുള്ള ഒരുക്കത്തിൽ ദൈവസന്നിധിയിലായിരിക്കാം. ഞാൻ ഈ പറഞ്ഞ ഈ ഒരു വാക്യത്തിൻ്റെ അർത്ഥം പൂർണ്ണമായും അതിൻ്റെതായ പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കി ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ 1-ാം അധ്യായം മുഴുവനും നാം പഠിക്കണം. പക്ഷെ നമ്മുടെ ഈ സമയത്തിൻ്റെ പരിമിതികൾ അതിനൊക്കെ ഒരു തടസ്സമായതുകൊണ്ട് സാധാരണ ചർച്ചുകളിലെ മീറ്റിങ്ങുകളിലൊക്കെ 1 മണിക്കൂറൊക്കെ ദൈവവചന ശുശ്രൂഷയ്ക്ക് സമയം കിട്ടുമ്പോൾ ഈ ഒരു കാര്യത്തെ നമുക്ക് വ്യക്തമായി മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. പക്ഷേ 15-20 മിനിറ്റ് എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ടൈം ആയതുകൊണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം വളരെ വേഗം തൊട്ടുപോവുകയാണ്. അതിൻ്റെ ഗൗരവം ഒട്ടും നഷ്ടപ്പെടുത്താതെ വചന കേൾവി നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. ഞാൻ പറഞ്ഞ ആ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഏതു മനുഷ്യനും ക്രിസ്തുവിൽ തികഞ്ഞവനായി തീരണം. എങ്ങനെ തികഞ്ഞവരായി തീരാൻ പറ്റും? തികഞ്ഞവരാകണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, പലരും പറയാറുണ്ട്. അതിനുള്ള കൃത്യമായ ഉത്തരം ഈ ഒരു അധ്യായത്തിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. അത് മനസ്സിലാക്കി ധ്യാനിച്ചിട്ടാണ് ഞാൻ ഈ മെസ്സേജിൻ്റെ ടൈറ്റിലിൽ, തംബ്നെയിലിൽ 3 കാര്യങ്ങളിലേക്ക് അതിനെ ഒന്ന് ചുരുക്കിക്കൊണ്ട് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആ വാക്യം നമ്മൾ ശ്രദ്ധിച്ചു വായിച്ച് മനസ്സിലാക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, ഏതു മനുഷ്യനെയും ഞങ്ങൾ പ്രബോധിപ്പിക്കുന്നു, ഉപദേശിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ക്രിസ്തുവിൽ തികഞ്ഞവനായി തീരണമെങ്കിൽ പ്രബോധനം ആവശ്യമാണ്, ഉപദേശം ആവശ്യമാണ്. ചിലർ ചിന്തിക്കും എല്ലാ ദിവസത്തെയും ദൈവവചന കേൾവി, വേറെ പണിയൊന്നും ആൾക്കാർക്കില്ലേ? ഇല്ലേ? ഞാൻ പോലും ഒരു ദിവസം വീഡിയോ എടുക്കാൻ, പ്രാർത്ഥിക്കാൻ, എഡിറ്റിങ്ങിന് ഒരു മിനിമം ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ എനിക്ക് ചിലവാകുന്നുണ്ട്. വേറെ പണിയില്ലാഞ്ഞിട്ടോ വേറെ കാര്യമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. പ്രതിഫലം പ്രതീക്ഷിച്ചോ ആരെങ്കിലും തന്നിട്ടോ അല്ല. പ്രതിഫലം ദൈവം തരുന്നുണ്ട്. പക്ഷെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടല്ല ഇത് തുടങ്ങിയത്. പരിശുദ്ധാത്മാവ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഹൃദയത്തിൽ തന്ന ആലോചനയുടെ വെളിച്ചത്തിലാണ് അത് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ അകത്ത് റിസൾട്ട് ഉണ്ടാകുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയുടെ താഴെ ഒരു കമന്റ് കണ്ടു, ദൈവദാസനെ, ആരാധനാലയത്തിൽ പോകാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ല. ഏത് സമൂഹത്തിൽപ്പെട്ടയാളാണെന്നൊന്നും എനിക്കറിയില്ല. താങ്കളുടെ മെസ്സേജ് എനിക്ക് വലിയ ആശ്വാസമാണ്. പോരെ? ആ വാക്കുകളൊന്നും നമുക്ക് തരുന്ന സന്തോഷം ചെറുതല്ല, വലിയ സന്തോഷമാണ്. ഞാൻ ദൈവത്തെ ഒത്തിരി സ്തുതിച്ചു.
ഇതിൻ്റെ താഴെ കമൻ്റ് ഇടുന്ന പലരും ആരാണെന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ പ്രചോദനകരമാണ്. ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല, വേഗത്തിൽ മുൻപോട്ട് പോകാം. ആ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടുന്നതിന് ഞങ്ങൾ ഉപദേശിക്കുന്നു, ഞങ്ങൾ പ്രബോധിപ്പിക്കുന്നു. 3 കാര്യങ്ങളാണല്ലോ നമ്മൾ പറഞ്ഞത്. അതിൽ ഒന്നാമത്തേത് എന്താണ്? ഒന്നാമത്തേത് ആത്മീക വളർച്ചയാണ്. എങ്ങനെയുള്ള ആത്മീക വളർച്ചയാണ് ഒരു വ്യക്തിയിൽ നിന്നുണ്ടാകേണ്ടുന്നത്? ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് വരുന്നത് മുതൽ ഒന്നുകിൽ കർത്താവിൻ്റെ വരവ് വരെ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മരണം വരെ ആ വ്യക്തിയിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന ഒരാത്മീക വളർച്ചയുണ്ട്. എങ്ങനെയാണ് വളർന്നു വരേണ്ടുന്നത്, എങ്ങനെയാണ് വളരേണ്ടതെന്ന് പലപ്പോഴും നമ്മൾ അറിയുന്നില്ല. നമ്മൾ വിചാരിക്കുന്നത് ദൈവസന്നിധിയിൽ വന്നു ഇങ്ങനെ പ്രാർത്ഥിച്ചും പാട്ടുപാടിയും കൈകൊട്ടിയും ഒക്കെ മുമ്പോട്ടങ്ങ് പോയാൽ മതി എന്നുള്ളതാണ്. ഒരിക്കലുമല്ല. കാരണം 1-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ മുതൽ നമ്മൾ വരുമ്പോൾ ഒരു പ്രാർത്ഥനയാണ് ഈ ഒരു പ്രാർത്ഥന. പ്രാർത്ഥനയുടെ വാചകങ്ങളിൽ പോലും വ്യത്യാസമുണ്ട്. ഭൗതിക കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ വിടുതലിനു വേണ്ടിയോ ഒന്നുമുള്ള പ്രാർത്ഥനയല്ല നമ്മളവിടെ കാണുന്നത്. ഒന്ന്, പൂർണ്ണപ്രസാദത്തിനായി നടക്കുക. 2, ജ്ഞാനത്തിലും വിവേകത്തിലും വർദ്ധിച്ചു വരിക. അപ്പൊ ഞാൻ പറഞ്ഞു, 1-ാമത്തെ പോയിന്റ് ആത്മീക വളർച്ചയാണ്. ഈ ആത്മീക വളർച്ചയുടെ സബ് പോയിന്റുകളായിട്ട് നമ്മൾ തിരിച്ചാൽ, നമ്പർ 1 പ്രസാദമുള്ള ജീവിതം നയിക്കുക. 2, ജ്ഞാനത്തിലും വിവേകത്തിലും ദൈവത്തിന്റെ പരിജ്ഞാനത്തിലും നിറഞ്ഞു വരിക. എങ്ങനെയാണ് പ്രസാദമുള്ള ജീവിതം നയിക്കാനായിട്ട് നമുക്ക് പറ്റുന്നത്? ദൈവത്തിന് പ്രസാദമുള്ളത് എന്താണ്? ശുദ്ധീകരണം ദൈവത്തിന് പ്രസാദമാണ്. ദൈവത്തിന്റെ ഹിതപ്രകാരം നടക്കുന്നത് ദൈവത്തിന് പ്രസാദമാണ്. അങ്ങനെ ദൈവപ്രസാദത്തിനായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ വചനത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നു. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ ശരീരം ദൈവത്തിന് സമർപ്പിക്കണം, മനസ്സ് പുതുക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ ചിന്തകളിൽ നിന്നും പാപത്തിന്റെ വശീകരണങ്ങളിൽ നിന്നും ഓരോ ദിവസവും ഒരു ദൈവ പൈതൽ ദൈവിക വിശുദ്ധി പ്രാപിച്ചുകൊണ്ട്, കോപം, ഞാൻ പാപത്തെക്കുറിച്ച് കുറേ മെസ്സേജുകൾ ചെയ്തിട്ടുണ്ടല്ലോ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, ഇതെല്ലാം വിട്ടൊഴിഞ്ഞ് ദൈവഹിതം അന്വേഷിച്ചുകൊണ്ട് ഓരോ ദിവസവും ജീവിക്കുക. പരിജ്ഞാനത്തിൽ വളർന്നു വരിക എന്ന് പറഞ്ഞാൽ വചനത്തിന്റെ അകത്ത് നമ്മൾ വളർന്നു വരിക. സൽപ്രവൃത്തികളിൽ ബലം കായ്ച്ച് പരിജ്ഞാനത്തിൽ വളരുക എന്ന് പറഞ്ഞാൽ ഫലം നമ്മിൽ ഉണ്ടാകണം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലും പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ആത്മാവിന്റെ ഫലം നമ്മിൽ നിന്ന് പുറത്തു വരും. ആ ഫലങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അടുത്തത്, അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്തിനൊത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണം എന്ന് പറഞ്ഞാൽ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണം. ദുഃഖകരമെന്ന് പറയട്ടെ, ഇന്നത്തെ കാലത്ത് ഇറങ്ങിത്തിരിച്ച പല പ്രിയപ്പെട്ടവരും കാലങ്ങളിൽ വളർച്ച കൈവരിക്കേണ്ടുന്നതിന് പകരം അവർ തളർന്നു പോകുന്നു, ക്ഷീണിച്ചു പോകുന്നു. പാപം മുറുകെ പറ്റുന്ന അതേ പാപം, ഭാരം, മനസ്സിലായോ? പിശാച് മുൻപിൽ കൊണ്ടുവന്ന് വെക്കുന്ന വഴികൾ. പിശാച് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഡയറക്റ്റ് വരുന്നു എന്നുള്ളതാണ്. ഒരിക്കലുമല്ല. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ഇങ്ങനെയുള്ള പല വിഷയങ്ങളിൽ നമ്മൾ അകപ്പെട്ട് ആത്മീകമായ ഒരു സ്ഥിരത കൈവരിക്കുവാൻ കഴിയാതെ പല സമയങ്ങളിലും നമ്മൾ ക്ഷീണിച്ചു പോകുന്നു, തളർന്നു പോകുന്നു. അതിൽ നിന്നെല്ലാം മാറി മുൻപോട്ട് പോകണം എന്നുള്ളതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന 1-ാമത്തെ അതേ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ 1-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ആത്മീക വളർച്ചയാണ്. ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന 1-ാമത്തെ കാര്യം ആത്മീക വളർച്ച. അതെങ്ങനെയായിരിക്കണമെന്ന് ഞാൻ ചുരുക്കമായി വിവരിച്ചുവല്ലോ. 2-ാമത്തേത്, ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന 2-ാമത്തെ കാര്യം എന്താണെന്നറിയാമോ? 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം, പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. എന്തിന് സ്തോത്രം ചെയ്യണം? വീട് കിട്ടിയതിനല്ല, മക്കളെ തന്നതിനല്ല, വണ്ടി തന്നതിനല്ല, ആയുസ് തന്നതിനല്ല. അത് വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. അത് അല്ല എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യം അല്ലെങ്കിൽ നമ്മുടെ ഫോക്കസ് അത് മാത്രമാകരുത്. അതെല്ലാം തന്നു എന്നുള്ളത് സത്യമാണ്. അതൊക്കെ തരാൻ ദൈവം വിശ്വസ്തനാണ്.
മാന്യമായും അത്ഭുതകരമായും അവിടുന്ന് നമ്മളെ നടത്തുമെന്നുള്ളത് സത്യമാണ്. പക്ഷെ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്നറിയാമോ? ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ച ദൈവത്തിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. എന്തിന് സ്തോത്രം ചെയ്യണം? ഞാൻ ഈ ഒരു മെസ്സേജിൻ്റെ ടൈറ്റിലിൽ ഞാൻ പറഞ്ഞു, ദൈവ മന്ദിരമായ നമ്മിൽ നിന്ന്. ദൈവമന്ദിരത്തെക്കുറിച്ച് ധാരാളം മെസ്സേജുകൾ ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പല പ്രിയപ്പെട്ടവരും ഓരോ വീഡിയോകളിലും പുതിയ പുതിയ ആളുകളാണ് വന്നു ചേർന്ന് വീഡിയോ കാണുന്നത്. അപ്പോൾ ആ പഴയ വീഡിയോകൾ മുഴുവനും അവർക്ക് കാണാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചുരുക്കമായിട്ട് പറയാം, ഈ ഒരു കാലഘട്ടത്തിൽ ദൈവം ചെയ്ത ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത്, എനിക്ക് ഏറ്റവും അത്ഭുതകരമായി തോന്നിയ ഒരു കാര്യം എന്താണെന്നറിയാമോ? ഒരു ഭക്തനെ ദൈവം തൻ്റെ മന്ദിരമാക്കി വെച്ചു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. പണ്ട് സമാഗമന കൂടാരം ഉണ്ടായിരുന്നു, ഒന്നാമത് ഇസ്രായേലിന് ദൈവം നൽകി. സമാഗമന കൂടാരത്തിന് ശേഷം ശലോമോൻ ഇസ്രായേലിന്റെ ആദ്യത്തെ അതിമനോഹരമായ ദേവാലയം പണിതു. ആ ഒരു ദേവാലയത്തെ നെബൂഖദ്നേസർ BC 597 610 ആ ഒരു കാലഘട്ടത്തിന്റെ ഇടയിൽ ഇടിച്ച് പൊളിച്ച് ഉപകരണങ്ങളെല്ലാം എടുത്തുകൊണ്ട് പൊക്കളഞ്ഞു. എന്നാൽ എടുത്തുകൊണ്ടുപോയ ഉപകരണങ്ങളിൽ ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകാതെ കോരശിന്റെ സമയത്ത് ഇസ്രായേലിന് അതിനെ മടക്കി കിട്ടി. പിന്നീട് അടുത്ത ഒരു ആലയം അവർ അടിസ്ഥാനമിട്ട് സെക്കരിയാവിൻ്റെയും ഹഗ്ഗായി പ്രവാചകന്റെയും ഒക്കെ പ്രവചന ശുശ്രൂഷയുടെ ഫലമായി പണിത് മനോഹരമാക്കി തീർത്തൊരാലയത്തെ വലിയ ഹേരോദാവ് പണിതു. പക്ഷെ AD 70 ആ ആലയവും തകർക്കപ്പെട്ടു. ഇന്ന് എവിടെയാണ് ആലയം? ചിലർ ചിന്തിക്കുന്നത് ഏതെങ്കിലും സ്ഥലത്താണ് ദൈവം ഇരിക്കുന്നത്. ഒരിക്കലുമല്ല. ഞാൻ പറയട്ടെ, കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ശമരിയക്കാരത്തി സ്ത്രീയോട് പറഞ്ഞു, ഈ മലയിലല്ല, യെരുശലേമിലല്ല. ഈ മലയെന്ന് പറയുന്നത് ശമരിയർ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നവരുടെ ആരാധന സ്ഥലമായ മൗണ്ട് ഗർസീമായിരുന്നു. അതിനെ ചൂണ്ടിക്കാണിക്കൊണ്ട് പറയുകയാണ്, ഈ മലയല്ല, യെരുശലേമിലല്ല. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു. ഇത്തരത്തിലുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരു പള്ളികളിലോ ഒരു പ്രത്യേക സ്ഥലത്തോ ഒരു മലയിലോ ഏതെങ്കിലും ഒരു ഇടത്തോ ഒന്നുമല്ല ദൈവം കുടികൊള്ളുന്നത്. വചനം പറയുന്നത് പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ പകർന്നു. ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ പകർന്നു. അതിന്റെ അർത്ഥം എത്ര പേർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു എന്ന് എനിക്കറിയില്ല. എന്തിനാണ് ദൈവം അത് ചെയ്തത്? അങ്ങനെ ദൈവം ചെയ്തില്ലായിരുന്നെങ്കിൽ വർഷാവർഷം എത്രായിരം രൂപ മുടക്കി നമ്മളൊക്കെ യെരുശലേമിലേക്ക് പോയി യെരുശലേം ദേവാലയത്തിൽ ദൈവത്തെ ആരാധിക്കേണ്ടി വരുമായിരുന്നു. അതിനൊന്നുമുള്ള അവസരം അതെ എന്താ പറയുന്ന അത്തരത്തിലുള്ള സാഹചര്യത്തിൽ നിന്നെല്ലാം ദൈവം നമ്മളെ രക്ഷിച്ചു. കാശുള്ളവരെല്ലാം അവിടെ പോയി പല കാര്യങ്ങളും ചെയ്ത് തിരിച്ചു വരുമ്പോൾ കാശില്ലാത്തവൻ ഇതുപോലെ യൂട്യൂബ് വീഡിയോയും കണ്ട്, ദൈവമേ എന്നെങ്കിലും ഒരിക്കൽ എനിക്ക് അവിടെ പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ചിന്തിക്കുമായിരുന്നു. പക്ഷെ ദൈവം ചെയ്ത പ്രവൃത്തി കണ്ടോ? കാരണം ക്രിസ്തുവിന്റെ മരണത്തോടുകൂടി ഏത് ജാതിയിലുള്ളവനും ഏത് ഗോത്രവിഭാഗത്തിലുള്ളവനും ദൈവത്തിങ്കലേക്ക് വരാനായിട്ടുള്ള വാതിൽ ദൈവം തുറന്നിട്ട് കൊടുത്തു. സൈബീരിയയിൽ പോയാൽ നിങ്ങൾ അവിടെയും ഒരു വീണ്ടും ജനനം പ്രാപിച്ച ദൈവ പൈതലിനെ കാണാൻ പറ്റും. അലാസ്കയിൽ പോയാൽ അവിടെയും കാണാനായിട്ട് പറ്റും. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കുടുംബം, അവര് US-ലാണ്. അവർ അലാസ്കയിൽ പോയപ്പോൾ അലാസ്കയിലെ അവരുടെ ടൂർ ഗൈഡ് ഒരു വീണ്ടും ജനിച്ച ദൈവ പൈതലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, ഭൂമിയുടെ ഏത് കോണിലേക്ക് നമ്മൾ പോയാലും ഒരു വീണ്ടും ജനനം പ്രാപിച്ച ഒരു ദൈവ പൈതലിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. കണ്ടോ? മതത്തിന്റെ വർണ്ണത്തിന്റെ വർഗത്തിന്റെ അതിർത്തികളെ ഉടയവനായ ദൈവം ഉടച്ചു കളഞ്ഞിട്ട് നാം ഓരോരുത്തരെയും തൻ്റെ മന്ദിരമാക്കി തീർത്തു. അതിന് നമ്മൾ നന്ദി പറയാറുണ്ടോ? അങ്ങനെ മന്ദിരമാക്കി തീർത്തത് കൊണ്ട് തന്നെ ഗൗരവമായ ഒരു ആത്മീക ജീവിതത്തിന്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കണം,
ഈ മന്ദിരം, ഈ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. ഈ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. എൻ്റെയും നിങ്ങളുടെയും കണ്ണുകൾ ദൈവത്തിന്റെ കണ്ണുകളാണ്. എൻ്റെയും നിങ്ങളുടെയും കൈകൾ ദൈവത്തിന്റെ കൈകളാണ്. എൻ്റെയും നിങ്ങളുടെയും കാലുകൾ ദൈവത്തിന്റെ കാലുകളാണ്. പണ്ട് പലതിനും പൊയ്ക്കൊണ്ടിരുന്ന നമ്മുടെ കണ്ണുകൾ, ആവശ്യമില്ലാത്തത് കണ്ട് ആനന്ദം കണ്ടെത്തിയിരുന്ന നമ്മുടെ കണ്ണുകൾ ഇന്ന് ഒരിക്കലും പാടില്ലാത്തതാണ്. അത് ദൈവത്തിന്റെ മന്ദിരമാണ്. അത് പുകച്ച് നശിപ്പിക്കാനുള്ളതല്ല, അത് കുടിച്ച് നശിപ്പിക്കാനുള്ളതല്ല, അത് ദുർനടപ്പ് ചെയ്ത് നശിപ്പിക്കാനുള്ളതല്ല. പരിശുദ്ധാത്മാവ് വിശുദ്ധമായ ശരീരത്തിലാണ് വസിക്കുന്നത്. പലരും പറയാറുണ്ട്, പരിശുദ്ധാത്മ ശക്തി ഞങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. പരിശുദ്ധാത്മാവിന് കുഴപ്പമുണ്ടായിട്ടല്ല. പരിശുദ്ധാത്മാവ് അശുദ്ധിയുള്ളിടത്ത് വസിക്കത്തില്ല. സമർപ്പിക്കുന്നിടത്തും ഏൽപ്പിച്ചു കൊടുക്കുന്നിടത്തും ഗൗരവമായി ജീവിതം നയിക്കുന്നിടത്തും മാത്രമേ അതിരിക്കുകയുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഞാന് ഒരു കുപ്പി ഗ്ലാസ്സിൽ ചായ കുടിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഓർത്തു, ആ ഗ്ലാസിനെ എത്ര ഗൗരവത്തോടെയാണ് ഞാൻ എൻ്റെ കൈകളിൽ മുറുക്കി പിടിച്ചിരിക്കുന്നത്. കാരണം അത് താഴെ വീണാൽ അത് പൊട്ടിത്തെറിക്കുന്നത് പോലെ, ഹാൻഡിൽ വിത്ത് കെയർ എന്ന് പറയുന്നത് പോലെ എൻ്റെ ജീവിതം ഞാൻ എത്ര പവിത്രമായി സൂക്ഷിക്കണം, നന്ദിയുള്ളവരായി തീരണം. ഇങ്ങനെ പറഞ്ഞാൽ സമയം ഒത്തിരി പോകും. ധാരാളം ചിന്തകൾ വചനത്തിലൂടെ ആത്മാവിന്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരികയാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ കാര്യം അതാണ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് പറയുന്നത്. ഇതൊന്നും പറഞ്ഞാൽ സാധാരണ വിശ്വാസികൾക്ക് പോലും അതിന്റെ അർത്ഥം മനസ്സിലാകില്ല. കാരണം ദുഃഖിപ്പിക്കുന്നിടത്ത്, വേദനിപ്പിക്കുന്നിടത്ത്, വഴക്കുണ്ടാക്കുന്നിടത്ത്, അശ്ലീല സംഭാഷണങ്ങൾ നടത്തുന്നിടത്ത് ഒന്നും പരിശുദ്ധാത്മാവ് വസിക്കില്ല. പറയുന്ന എല്ലാ തെറ്റുകളും പോലും ക്ഷമിക്കും. പക്ഷേ പരിശുദ്ധാത്മാവിന് നേരെ പറയുന്ന ദൂഷണത്തിന് ക്ഷമ പോലും കിട്ടത്തില്ല. ഞാൻ ഈ കാര്യങ്ങളൊക്കെ തിരുവചനത്തിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അവിടെ നിർത്തുകയാണ്. പുത്രന്റെ രാജ്യത്തിലാക്കിയ പിതാവിന് സ്തോത്രം ചെയ്യുന്നവരാകണം. രണ്ടാമത്തേത്, നമ്മളെ ദൈവമന്ദിരമാക്കി തീർത്തതിന് നമ്മൾ ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായി തീരുക. മൂന്നാമത്തേത് എന്താണ്? മൂന്നാമത്തേത് പൗലോസ് പറഞ്ഞു, ഞങ്ങൾ ഉപദേശിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുന്നു. ആ ഭാഗം പഠിച്ചാൽ മൂന്നാമത്തെ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം, അല്ലെങ്കിൽ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ? വെളിപ്പാട് പുസ്തകത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു വേദഭാഗം നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ആ വേദഭാഗം ഇങ്ങനെയാണ്: വരിക എന്ന് ആത്മാവ് പറയുന്നു, വരിക എന്ന് മണവാട്ടി പറയുന്നു, വരിക എന്ന് കേൾക്കുന്നവനും പറയട്ടെ. എന്താ അർത്ഥം? പരിശുദ്ധാത്മാവ് പറയുകയാണ്, വരിക, കം, വരിക. എന്തിലേക്ക് വരിക? ഈ കൃപയിലേക്ക് വരിക, നിത്യതയിലേക്ക് വരിക, പാപത്തിൽ നിന്ന് യേശു ക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന ആ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് വരിക. മണവാട്ടി പറയുക, വരിക. മണവാട്ടി എന്ന് പറയുന്ന ആരാ? അതെ, വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കളായ നമ്മൾ ഓരോരുത്തരും പറയുക, വരിക, കം. എവിടേക്ക് വരിക? ഈ കൃപയിലേക്ക് വരിക. കേൾക്കുന്നവനും പറയട്ടെ, വരിക എന്നുള്ളത്. യേശുവിനെ അറിഞ്ഞ, ഈ സ്നേഹത്തെ അറിഞ്ഞ നമ്മളിൽ ഓരോരുത്തരിലും നിക്ഷിപ്തമായ കർത്തവ്യം എന്നുള്ളത്, അല്ലെങ്കിൽ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം, ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരാളോടെങ്കിലും ഈ രക്ഷകനായ കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ച് പറയണം. വലിയ വലിയ കാര്യങ്ങളൊന്നും പറയാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ ജീവിതം ഇതായിരുന്നു, എന്നെ ഇങ്ങനെയാണ് കർത്താവ് രക്ഷിച്ചത്, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുമെന്ന് ഒരു വാക്ക് കർത്താവിനെ കുറിച്ച് പറയാൻ കഴിഞ്ഞാൽ, സുവിശേഷം നമുക്ക് പറയാൻ കഴിഞ്ഞാൽ, അതിൻ്റെ അപ്പുറത്ത് മറ്റൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ദൗത്യം നമ്മളെ ഓരോരുത്തരെയും ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടേണ്ട പലരുടെയും മനസ്സുകളെയും ചിന്തകളെയും എന്താ പറയുന്നത്, കെട്ടിവെച്ച് ഒതുക്കപ്പെട്ടു പോയത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ചിലരെ ഒന്ന് കൈപിടിച്ചുയർത്താൻ ആഗ്രഹിക്കുകയാണ്. വരിക എന്ന ആത്മാവ് പറയുമ്പോൾ കൂടെ നിൽക്കുന്ന മണവാട്ടിക്കും വരിക എന്ന് പറയാനായിട്ട് കഴിയണം. നമുക്കും പറയാം, വരിക. ദൈവത്തിന് സ്തോത്രം. 10,000-കണക്കിന് ആളുകൾ ഈ ദിവസങ്ങളിൽ തിരുവചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരാളെങ്കിലും
കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചാൽ, ദൈവേഷ്ടത്തിനായി സമർപ്പിച്ചാൽ ഈ ശുശ്രൂഷ വിജയകരമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് ഈ അറിഞ്ഞ സത്യത്തെക്കുറിച്ച് നമുക്ക് മറ്റുള്ളവരോട് പറയാം. അതെ, ഈ കർത്താവിൻ്റെ സാക്ഷികളാകാം. നമ്മുടെ മക്കളോട് അതിനെക്കുറിച്ച് പറയാം. നിന്റെ മക്കളോട് ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും ദൈവം നടത്തിയ വഴികളെക്കുറിച്ച് പറയണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ദീർഘമാക്കുന്നില്ല. ദൈവം നമ്മെ സഹായിക്കട്ടെ. 3 കാര്യങ്ങൾ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. 1, അവിടുത്തെ പരിജ്ഞാനത്തിൽ വളരുക. 2, നന്ദിയുള്ളവരാകുക, തിരിച്ചറിഞ്ഞ് നന്ദിയുള്ളവരാകുക ദൈവം ചെയ്ത ഉപകാരങ്ങൾ. 3, അതെ, അവിടുത്തെ സാക്ഷികളായി തീരുക. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം സഹായിക്കട്ടെ.